നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. കോതപറമ്പിലെ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനുള്ള അരിയും പാത്രങ്ങളും മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ അമ്പും വില്ലും എഴുന്നള്ളിപ്പ്. കിഴിപ്പള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈഭവം 2026 മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കോതപറമ്പ് VBUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനുള്ള പാത്രങ്ങളും മോഷ്ടിച്ച കേസിലെ രണ്ടാം പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം നാഗോൺ ജില്ലാ സ്വദേശിയും നിലവിൽ പി വെമ്പലൂർ വാഴൂർ ക്ഷേത്രത്തിന് സമീപം താമസക്കാരനുമായ ഇക്രമുൾ ഇസ്ലാമാണ് പിടിയിലായത്. സ്കൂൾ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി സ്റ്റോർ റൂമിന്റെയും അടുക്കളയുടെയും പൂട്ടുപൊളിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കായി സൂക്ഷിച്ചിരുന്ന 50 കിലോ വീതമുള്ള 5 ചാക്ക് അരിയും പാചക വിതരണത്തിനുള്ള വിലപിടിപ്പുള്ള പാത്രങ്ങളും ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ ആസാം ഗായ് ജില്ലാ സ്വദേശി താജുദ്ദീൻ അറസ്റ്റിലായിരുന്നു. പി വെമ്പലൂരിലെ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ച 99.700 കിലോഗ്രാം അരി പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ തെളിവെടുപ്പിൽ മോഷണ മുതലുകൾ കൂടുതൽ കണ്ടെത്തുകയും ശാസ്ത്രീയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പ്രതിയായ ഇക്രമുൾ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. SI നസിയ M ഷാഹിബ്, SI സജീവ്, SI രാജി, ASI പ്രജീഷ്, SCPO സനീഷ്, CPOമാരായ സബീഷ്, ബിനിൽ, മിഥുൻ, മുഹമ്മദ് സൻസിൽ എന്നിവരടങ്ങിയ മതിലകം പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ച പ്രതികളെ പിടികൂടിയത്. വ്യാജ സ്വർണം കാണിച്ച് പണം തട്ടാൻ ആസൂത്രണം നടത്തുന്നതിനിടെ ഹൈവേ റോബറി കേസുകളിലെ പ്രതികളടക്കമുള്ള 6 അംഗ സംഘടിത കുറ്റവാളി സംഘത്തെ അന്തിക്കാട് പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള തളിക്കുളം സ്വദേശി പണിക്ക വീട്ടിൽ മുബാറക്, അറക്ക വീട്ടിൽ അഖിൽ, തളിക്കുളം സ്വദേശി അറക്കപ്പറമ്പിൽ ജീവൻ, ഗണേശമംഗലം സ്വദേശി പുതുക്കാട് വീട്ടിൽ വിഷ്ണു, തൃത്തല്ലൂർ സ്വദേശി വന്നേരി വീട്ടിൽ വിഷ്ണു, തളിക്കുളം സ്വദേശി പണിക്ക വീട്ടിൽ ഷായിർ എന്നിവരാണ് അറസ്റ്റിലായത്. കാഞ്ഞാണിയിലെ ബാറിൽ ചിലർ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രി ബാറിന് മുന്നിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് 3 വ്യാജ സ്വർണ്ണ ബിസ്ക്കറ്റുകളും പോലീസ് പിടിച്ചെടുത്തു. ഇവ ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിച്ച് പണം തട്ടാനായിരുന്നു സംഘത്തിന്റെ പദ്ധതിയെന്നാണ് പോലീസ് പറയുന്നത്. പ്രധാന പ്രതിയായ മുബാറക് വാടനപ്പള്ളി, വലപ്പാട്, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അഖിൽ പാലക്കാട് മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹൈവേ റോബറി കേസിലും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ SI റിജി, SCPO സജു, CPOമാരായ ഗോപകുമാർ, അനൂപ് എന്നിവരും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളായ GSI ഷൈൻ, GSCPOമാരായ സോണി PX, കൃഷ്ണദാസ് V എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച CITU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TI ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ, ഏരിയ സെക്രട്ടറി BG സുബ്രഹ്മണ്യൻ, MK സദാനന്ദൻ, PG സുബിദാസ്, KK ശശിധരൻ, സിജി മോഹൻദാസ്, സിന്ധു, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും DYFI, SFI സംയുക്തമായി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് കാഞ്ഞാണി സെന്ററിൽ നടത്തിയ പ്രതിഷേധ യോഗം DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. SFI ഏരിയ പ്രസിഡന്റ് PG സൂരജ് അധ്യക്ഷനായി. DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി K സച്ചിൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KU സരിത, PS അസൽ, KA അജീഷ്, PS മിഥുൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി വാലപ്പറമ്പിൽ ഹനുമാൻ സേവ മഠപതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് 7 ദിവസമായി നടത്തിവന്നിരുന്ന രാമായണ പാരായണം സമാപിച്ചു. രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകൾ 11 മണിയോടുകൂടി രാമായണ പാരായണത്തോടെ സമാപനമായി.
തുടർന്ന് അഖണ്ഡ നാമജപം, തൃശൂർ ശ്രീരംഗ ഭജൻസ് ടീം നടത്തിയ നാമസങ്കീർത്തനം, വിശേഷാൽ പൂജകൾ, ദീപാരാധന എന്നിവയും ഉണ്ടായി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ സുജിത്, സുരേഷ് ബാബു, കുടുംബസമിതി അംഗങ്ങളായ അതുൽ ദേവ്, രഞ്ജിത എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കർക്കിടകം 31 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കിഴിപ്പള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈഭവം 2026 മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. 2011 MLA വന്ന സന്ദർഭത്തിൽ ഈ റൈറ്റ് സൈഡിലുള്ള കെട്ടിടം 50 ലക്ഷം MLA ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചതാണ്. അന്ന് ഓടൊക്കെ കെട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. പക്ഷെ നമുക്കതിന്റെ നേരായ വഴിയിലൂടെ പോകാൻ നമുക്ക് സാധിച്ചെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ PTA ശക്തമായ ഇടപെടലുകൾ. MLA എന്ന നിലയിൽ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അധ്യാപകർ കാണിച്ച ഇച്ഛാശക്തി, ഇതൊക്കെ നളന്ദ സ്കൂളിന്റെ പടികേറി വരുമ്പോൾ എനിക്ക് വളരെ ആനന്ദമാണ്. ഇപ്പോഴും ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, 1 കോടി കെട്ടിടമാണ് ഈ ഫണ്ട്. ഈ കെട്ടിടം നളന്ദ സ്കൂളിന്റെ പുതിയ കെട്ടിടം കിഫ്ബിയിലൂടെ നമുക്ക് കെട്ടിയതാണ്. ഇന്നലെ മിഞ്ഞാന്നായിട്ട് കോൺക്രീറ്റിംഗ് നടന്നു 2nd ഫ്ലോറിന്റെ. ബാക്കി കാര്യങ്ങൾ വേഗത്തിലാക്കാൻ MLA എന്നാണ് കരാറുകാരൻ എന്നെ നിർദ്ദേശം നൽകിയത്. എന്തൊക്കെ തന്നെയാലും ജില്ലാ പഞ്ചായത്തിന്റെ വലിയൊരു സഹായം നമ്മുടെ സ്കൂളിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഈ നാടിന്റെയും കിഴിപ്പള്ളിക്കര പ്രദേശത്തിന്റെയും ജനങ്ങളുടെയും പൗരാവലിയുടെയും വിദ്യാർത്ഥികളുടെയും നന്മയും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും നല്ല ഉയർച്ചയും മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ 19 ലക്ഷം ജില്ലാ പഞ്ചായത്ത് ഇവിടെ അനുവദിച്ചു തന്ന കാര്യം KP സന്ദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇവിടെ റിപ്പോർട്ട് ചെയ്തു തന്നെ. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒഡീഷ FC ടീമിലേക്ക് സെലക്ഷൻ നേടിയ അർജുൻ മോഹനെ ചടങ്ങിൽ ആദരിച്ചു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം HM പ്രൊമോഷൻ നേടി പോകുന്ന ശ്രീകലയെ ചടങ്ങിൽ ആദരിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ KH സാജൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. വാർഡ് മെമ്പർ സജിത സുനിൽകുമാർ, PTA വൈസ് പ്രസിഡന്റ് KS ചന്ദ്രബാബു, വികസന സമിതി ആക്ടിംഗ് ചെയർമാൻ TV ദീപു, SMC ചെയർമാൻ ഷാജു CS, MPTA പ്രസിഡന്റ് സബിത സൈനുദ്ദീൻ, OSA പ്രസിഡന്റ് വേണുഗോപാൽ കൊല്ലാറ, HSS പ്രതിനിധി റെജി രാജൻ, HS പ്രതിനിധി BB സിനി, സ്റ്റാഫ് സെക്രട്ടറി കവിത, പ്രിൻസിപ്പാൾ സുഗന്ധി VR, HM ഇൻചാർജ് ബിന്ദു M എന്നിവർ സംസാരിച്ചു. വലപ്പാട് ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. അജിത് പ്രസാദ് ക്ലബ്ബ് പ്രസിഡന്റായും AS ജോസഫ് സെക്രട്ടറിയായും നന്ദകുമാർ പണിക്കർ ട്രഷററായും സ്ഥാനമേറ്റെടുത്തു. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആൻഡ്രോസ് ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആനി ജോസഫ്, രജനി ഉണ്ണികൃഷ്ണൻ, RIM സക്കറിയ, വ്യാസബാബു, അഡ്വക്കേറ്റ് ശോഭകുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നു. വളരെയധികം പ്രാവശ്യം ഈ ക്ലബ് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ഒരു
എത്ര പ്രാവശ്യം ഇവിടെ വന്നെന്നറിയില്ല, എന്നും സർവീസ് പ്രൊജക്റ്റായിട്ട് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പാടും പ്രാന്ത പ്രദേശങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ ലയൺസ് പ്രസ്ഥാനത്തിന്റെ പേരും പെരുമയും മഹത്വവും കാണിച്ചു തരുന്ന പലപ്പാട് ലയൺസ് ക്ലബിലെ എല്ലാ മെമ്പർമാരോടും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഈ സർവീസുകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഈ സർവീസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എന്ന യാത്രയിൽ നമ്മൾ നടന്നു വന്ന വഴികളിൽ നമ്മൾ പതിപ്പിച്ച കാൽപ്പാടുകളും കയ്യൊപ്പുകളും ഒക്കെ മറ്റുള്ളവർക്ക് പിന്നാലെ വരുന്നവർക്ക് കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം നമ്മൾ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. ഓർക്കാൻ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഏതെടുത്താലും 189 രൂപ മാത്രം. ടോയ്സ് ഗിഫ്റ്റ്സ്, ടെഡി ബെയർ, ലേഡീസ് ഹാൻഡ് ബാഗ്, ടെഡി ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഇൻഡോലിയം പാത്രങ്ങൾ, മറ്റു വെറൈറ്റികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, വാൾ ക്ലോക്ക്, ചെരുപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വെറും 189 രൂപ മാത്രം. വിലക്കുറവിന്റെ ഷോപ്പിംഗ് മാമാങ്കം അനുഭവിച്ചറിയുവാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 4 വരെ മാത്രം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ശ്രാവണം 2026 ഇത്തവണയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ശ്രാവണം അരങ്ങിലെത്തുകയാണ്. തിരുവാതിര, കൈക്കൊട്ടികളി, ഓണപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, നാടൻപാട്ട് തുടങ്ങി മറ്റ് ഓണാഘോഷ ഗ്രൂപ്പ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക 8089510449. തൃപ്രയാർ അർച്ചന സിൽക്സിലും വാടാനപ്പള്ളി അർച്ചന സിൽക്സിലും 50-ൽ പരം തൊഴിലവസരങ്ങൾ. ബില്ലിംഗ് സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ്, വെൽക്കം ഗേൾസ്, സൂപ്പർവൈസർ, വീഡിയോ പ്രസന്റർ, മാനേജർ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക. ഫോൺ 9447130824. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ
ഫോൺ 9745 782120 0487 240 2020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. വാർത്തകൾ തുടരുന്നു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ അമ്പും വില്ലും എഴുന്നള്ളിപ്പ് നടന്നു. എല്ലാ വർഷവും രാമായണ മാസത്തിൽ നടത്തിവരാറുള്ള അമ്പും വില്ലും എഴുന്നള്ളിപ്പാണ് ഭക്തി നിർഭരമായി നടന്നത്. നാട്ടിക ബീച്ച് നാഗയക്ഷി ക്ഷേത്രത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അമ്പും വില്ലും എഴുന്നള്ളിപ്പ് വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിലേക്കും തുടർന്ന് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കും എത്തിച്ചേർന്നു. ദീപാരാധനയ്ക്ക് ശേഷം അമ്പും വില്ലും ഭഗവാന് സമർപ്പിച്ചു. താളവാദ്യ മേളങ്ങളോടുകൂടി നടന്ന എഴുന്നള്ളിപ്പിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം നടത്തി. മണപ്പുറം ഫൗണ്ടേഷന്റെയും മണപ്പുറം ഹോം ഫിനാൻസ് ലിമിറ്റഡിന്റെയും സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം ചെയ്തത്. കോതകുളം ബീച്ച് സംസ്കാര ലൈബ്രറിയിൽ വെച്ച് നടന്ന ചടങ്ങ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി ഉദ്ഘാടനം ചെയ്തു. കെ പ്രഹർഷൻ അധ്യക്ഷനായി. ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ഷിനിത വീടി, സോഷ്യൽ വർക്കർ ഗ്രേസ് തോമസ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലായാലും ഇവര് ചെയ്യുന്ന പ്രവർത്തികളും ചെയ്തുകൊണ്ട് കുറേ നമുക്ക് മഴക്കാലത്ത് കുറേ ഞങ്ങൾക്ക് ആൾക്കാർ എനിക്ക് ഈ വണ്ടിയിൽ കുറേ ചീത്ത കണ്ടു. ഇത് അത്രയും സഹകരിച്ചാണ് തോടുകളായാലും പിന്നെ ഇതൊക്കെ അത്രയ്ക്ക് വൃത്തിയായിട്ട് അതിനെ സഹായിച്ചതുകൊണ്ട് എനിക്ക് അനുഗ്രഹം പിന്നെ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് വന്നത് രണ്ടാമതൊന്ന് പ്രാവശ്യം വരെ കൊണ്ടുപോകാൻ പോയി. ഇവരോട് വീണ്ടും സോറി പറയുന്നു. അസുഫ ദർസിന് കീഴിൽ സെപ്റ്റംബർ 11, 12, 13 തീയതികളിൽ പൊന്നാനിയിൽ നടക്കുന്ന മലിക്കുൽ മുളഫർ മജ്ലിസ് പരിപാടിയുടെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസിന്റെയും അലുമിനി ഓഫീസിന്റെയും സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതിയുടെയും ഉദ്ഘാടനം കയ്പമംഗലം ചളിങ്ങാട് നടന്നു. കെ വത്സരാജ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉസ്താദ് ജാഫർ സഖാഫി അൽ അസ്ഹരി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PS സൈനുദ്ദീൻ, അബ്ദുറഹീം ഹാജി ചളിങ്ങാട്, ഷാനവാസ് ചളിങ്ങാട്, അബ്ദുസമ്മദ് നൈമി, അഹമ്മദ് ഷാദുലി അഹ്സനി, മുനവർ സഖാഫി എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ഒരു തീരപ്രദേശ മണ്ഡലമാണ്. കിഴക്ക് ഭാഗത്ത് നമ്മുടെ കനോലി കനാലും പടിഞ്ഞാറ് അറബിക്കടലും അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു മണ്ഡലമാണ്. തീരദേശ മണ്ഡലം എന്ന രീതിയിൽ ധാരാളം പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓരോ ജനസമൂഹത്തിനും പറയാനുണ്ട്.
അതുപോലെ തന്നെ വികസന പ്രശ്നങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ അവരവരുടെ പ്രയാസങ്ങൾ ജനപ്രതിനിധികളുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം ഈ മണ്ഡലത്തിലെ എന്ന രീതിയിലാണ് നമ്മൾ അതിനെടുക്കുക. മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതിനേക്കാൾ പ്രയാസകരമായ ജീവിതാനുഭവങ്ങൾ മറ്റു പ്രദേശത്തെ ആളുകൾക്ക് പറയാനുണ്ടായിരിക്കും. നാട്ടിൽ ധാരാളം പുരോഗതിയും വികസനമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ധാരാളം ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ വളരെ പ്രയാസകരമായിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ജനകീയ ആരോഗ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന OS സത്യന്റെ അനുസ്മരണ സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നവലോക ക്രമവും പ്രാദേശിക വികസനവും എന്ന വിഷയത്തിൽ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് സ്മാരക പ്രഭാഷണം നടത്തും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ് OS സത്യനെ അനുസ്മരിക്കും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു വിദ്യാലയങ്ങൾക്കുള്ള അവാർഡുകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു മത്സര വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. OS സത്യന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മികച്ച ശുചിത്വ ഹരിത UP വിദ്യാലയത്തിനുള്ള സത്യൻ സ്മാരക പുരസ്കാരവും ക്യാഷ് അവാർഡും പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിന് സമ്മാനിക്കും. കൂളിമുട്ടം AM UP സ്കൂളിനും പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിനും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ ലഭിച്ചു. പെരിഞ്ഞനം SNS UP സ്കൂളിനും അഴീക്കോട് IM UP സ്കൂളിനും പ്രോത്സാഹന സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. സമ്മാനാർഹരായ സ്കൂളുകളുടെയും കുട്ടികളുടെയും പ്രതിനിധികൾ ചടങ്ങിലെത്തി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, അനുസ്മരണ സമിതി ചെയർമാൻ ഡോക്ടർ NR ഹർഷകുമാർ, വൈസ് ചെയർമാൻമാരായ KS ദിലീപ് കുമാർ, P രാധാകൃഷ്ണൻ, ട്രഷറർ TN തിലകൻ, അക്കാദമിക് കമ്മിറ്റി കൺവീനർ MD ദിനകരൻ, GC രഘുനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ IFC കർഷക കൂട്ടായ്മയുടെ ഭാഗമായി കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു. CDS ചെയർപേഴ്സൺ സിബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഉപസമിതി കൺവീനർ ഫൗസിയ അധ്യക്ഷത വഹിച്ചു. IFC സീനിയർ CRP പ്രിയ ഹരിലാൽ, IFC ആങ്കർ ഷാരി ഗിരീഷ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഹസീന റഷീദ്, കുടുംബശ്രീ അസിസ്റ്റന്റ് സെക്രട്ടറി ശശികല, ജനപ്രതിനിധികൾ, IFC കർഷകർ, CDS അംഗങ്ങൾ, PG ഗ്രൂപ്പ് അംഗങ്ങൾ, CDS അക്കൗണ്ടന്റ് സുജിത എന്നിവർ സംബന്ധിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, പ്രിൻസിപ്പാൾ ഇൻചാർജ് KC ഗംഗ, PTA പ്രസിഡന്റ് KK മണികണ്ഠൻ, SMC ചെയർപേഴ്സൺ KK കസീമ, മാതൃസംഗമം പ്രസിഡന്റ് CS ശ്രീകല, സ്കൂൾ വികസന സമിതി അംഗം KP ഷാജി, പൂർവ്വ അധ്യാപക പ്രതിനിധി MD സന്തോഷ്, BHSC പ്രിൻസിപ്പാൾ AP സിജിമോൾ, വൈസ് പ്രിൻസിപ്പാൾ BM ഹനീഫ, മുൻ വൈസ് പ്രിൻസിപ്പാൾ J സദകത്തുള്ള, LP വിഭാഗം പ്രധാനാധ്യാപിക PP പുഷ്കല, സ്റ്റാഫ് സെക്രട്ടറി KS മനീഷ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തിൽ തന്നെ സമാന്തര വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം ഉണ്ടാവുകയും അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ നാടാകെ തഴച്ചു വളരുകയും ചെയ്ത ഒരു അനുഭവം നമുക്ക് ഏവർക്കും ഓർമ്മയുണ്ടാവും. നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പറിച്ചു നടുന്ന അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകുന്ന ധാരാളം സംഭവങ്ങൾ അന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഏറെ വൈകാതെ തന്നെ ആ സമാന്തര വിദ്യാഭ്യാസ രംഗം രക്ഷിതാക്കളും നമ്മുടെ നാടും കരുതിയതുപോലെ വളരെ മികവുറ്റതാണ് എന്ന ചിന്തയിൽ നിന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ യുവാവിന് പരിക്കേറ്റു. വലപ്പാട് ചാലുകുളം പള്ളിക്ക് സമീപത്തെ പഞ്ചായത്ത് റോഡിൽ വെച്ച് നായ കുറുകെ ചാടിയതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ നൌഷാദ് പുതിയ വീട്ടിലിന് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ പള്ളിയിലേക്ക് ബൈക്കിൽ പോകുമ്പോഴാണ് നായ കുറുകെ ചാടിയത്. സംഭവസ്ഥലത്ത് തെരുവ് വിളക്കുകളുടെ അഭാവവും തെരുവ് നായ ശല്യവും അതിരൂക്ഷമാണെന്ന് നാട്ടുകാരും പറയുന്നു. സാരമായി പരിക്കേറ്റ നൌഷാദിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. JCI ഇന്ത്യയുടെ ഫ്യൂച്ചർ പരിശീലന പരിപാടിയുടെ ഭാഗമായി നാട്ടിക ശ്രീനാരായണ കോളേജിൽ പ്രത്യേക സെഷൻ സംഘടിപ്പിച്ചു. JCI നാഷണൽ ട്രെയിനറും സെനറ്ററുമായ വിജേഷ് നായർ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു.
കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. JCI തൃപ്പയാർ പ്രസിഡന്റ് സിതേഷ് ആമുഖ പ്രഭാഷണം നടത്തി. മുൻ പ്രസിഡന്റ് സൂരജ് വേളയിൽ, അഞ്ജന സിതേഷ്, കുന്നത്ത് മനോജ്, രാജി സൂരജ്, അനന്തു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനവും ഭാവി കെട്ടിപ്പടുക്കലും ലക്ഷ്യമിട്ടാണ് പരിശീലന പരമ്പര സംഘടിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാക്കിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി നരേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രകടനത്തിലും പാർലമെന്റ് മാർച്ചിലും പങ്കെടുത്തവർക്ക് നേരെ നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലിൽ പ്രതിഷേധിച്ച് RMPI നാട്ടിക മേഖലാ കമ്മിറ്റി തളിക്കുളം സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. RMPI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മോജിത മോഹനൻ, KS ബിനോജ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് RMPI തളിക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NA സഫീർ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ശൈലേഷ് ദിവാകരൻ, PB രഘുനാഥൻ, KR രാജി, മനീഷ സുമേഷ്, TP വിജേഷ് എന്നിവർ നേതൃത്വം നൽകി. നാളത്തെ രാഷ്ട്രം, നാളത്തെ ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നാളത്തെ ഇന്ത്യയെ നയിക്കാനുള്ള നേതൃത്വപരമായ കഴിവ് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കാണ്. വിദ്യാർത്ഥികളുടെ ആ ശേഷിയെ, ആ സമരശേഷിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ ആ മണ്ണിൽ മാത്രമേ ഫാഷിസത്തിന് അതിൻ്റെ കൊടിക്കൂറ ഉയർത്താൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള അടിസ്ഥാനപരമായ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭരണഘടന തന്നെ മാറ്റി എഴുതാനുള്ള ആലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാലവർഷക്കെടുതിയിൽ കാറ്റിൽ മരം ഒടിഞ്ഞ ദേഹത്ത് വീണതിനെ തുടർന്ന് മരിച്ച മരമുറി തൊഴിലാളി തൃപ്പണത്ത് സുബ്രന്റെ മകൻ വിഷ്ണുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം 4 ലക്ഷം രൂപ ലഭിച്ചുവെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MB അരുൺ അറിയിച്ചു. നേരത്തെ വിഷ്ണുവിന്റെ വീട് KPCC മുൻ പ്രസിഡന്റ് BM സുധീരനും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷും സന്ദർശിച്ചിരുന്നു. ഈ വാർത്തകൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോതപറമ്പിലെ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനുള്ള അരിയും പാത്രങ്ങളും മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ അമ്പും വില്ലും എഴുന്നള്ളിപ്പ്. കിഴിപ്പള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈഭവം 2026 മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.